വോട്ട് ചെയ്ത് നമ്മൾ മന്ത്രിയാക്കി അവർ തന്നെ നമ്മളോട് ഇതിങ്ങനെ കാണിക്കുന്നത് നമുക്ക് ഭയങ്കര ഒരു ഖേദകരമായ കാര്യം തന്നെ. ഒരു മിനിസ്റ്റർക്ക് പറ്റിയ രീതിയല്ല അത്. കള്ളം പറയത്തിൽ കള്ളത്തനം കൊണ്ടൊരു വലിയൊരു കൂമ്പാരം തന്നെ അയാൾ ഈ മിനിസ്റ്റർ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. അത് നടക്കുന്ന കാര്യമല്ല. അതൊക്കെ സിനിമയിലാവാം. അല്ലെങ്കിൽ സർക്കാർ നമുക്ക് ലോൺ കയറട്ടെ, തരുന്നില്ല. ഒരു സഹായവും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നില്ല. നേരത്തെ ആന്റണി ഇരുന്നപ്പോൾ നല്ല ഭരണം തന്നെ ഉണ്ടായിരുന്നു, നല്ല കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. ടൈം സ്കൂളുകാർക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. ഇപ്പം പുതിയ മന്ത്രി വന്നപ്പോഴത്തേക്കാണ് ഇത്രയും ബുദ്ധിമുട്ടുണ്ടായത്. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് മുടങ്ങിയിട്ട് ദിവസങ്ങളായി. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും തൊഴിലാളി യൂണിയനുകളും സംയുക്തമായി സമരം തുടരുകയാണ്. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണങ്ങളിൽ മാറ്റം വരുത്തണമെന്ന ഉറച്ച നിലപാടിലാണ് സമരക്കാർ. ഇതിനകത്ത് വളരെ സത്യമായ ഒരു കാരണം, നമ്മൾ അന്ന് ഗണേഷ് കുമാർ ആദ്യമായിട്ട് യൂണിയൻകാരെയൊക്കെ വിളിച്ചു. ഇപ്പോൾ ചെയ്യാൻ പോകുന്നതിനെക്കുറിച്ച് ഒരു രൂപരേഖയെ കാണിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞെന്താണ്, ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ 15 വർഷത്തിൽ കൂടുതലുള്ള വാഹനത്തിന് തൽക്കാലം ഉടനെ മാറ്റാൻ പറ്റില്ല. പൊതുനിരത്തിലെ വാഹനങ്ങൾ അത് നിർത്തിയ പിന്നീട് ഞങ്ങൾ മാറ്റാൻ തയ്യാറാണ്. ഇങ്ങനെ 1-2 കാര്യങ്ങൾ ഞാൻ തർക്കിച്ചു. പക്ഷേ അദ്ദേഹം എന്താണ് പറഞ്ഞത്, ആദ്യത്തെ പാർട്ട് 1 എന്ന് പറഞ്ഞ ഹെച്ചിൻ്റെ ഏരിയ ഇപ്പം നടക്കുന്നത് അത് വിപുലീകരിക്കപ്പെട്ടതായിരുന്നു. അതിന് റാമ്പ് സിസ്റ്റവും പാർക്കിംഗ് സിസ്റ്റവും ഒക്കെ വരുത്താൻ പാടും. ഞങ്ങൾ സന്തോഷം, സ്ട്രിക്റ്റ് ആക്കുന്നത് ഞങ്ങൾ സന്തോഷമാണ്. എത്രത്തോളം സ്ട്രിക്റ്റ് ആക്കും അത്രയും ആയിക്കോട്ടെ. പക്ഷേ എല്ലാ സ്ഥലത്തും ഗവൺമെൻറ് അത്രയും സൗകര്യത്തിൽ ടെസ്റ്റ് സജ്ജമാക്കിയ ശേഷം ഞങ്ങളത് അനുകൂലിക്കാമെന്നാണ് പറഞ്ഞത്. അല്ല കൈയടിച്ച് പാസ്സാകുന്നത് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അദ്ദേഹം പല മാധ്യമങ്ങളിലും പറഞ്ഞു അത് ഈ യൂണിയൻകാരൊക്കെ ചർച്ചയിൽ കൈയടിച്ച് പാസ്സായിരുന്നു. അത് തെറ്റായ ധാരണയാണ്. ഒരു മിനിസ്റ്റർക്ക് പറ്റിയ രീതിയല്ല അത്. കള്ളം പറയത്തിൽ അത് ഞങ്ങൾ ഒരിക്കലും അംഗീകരിക്കില്ല. അതുപോലെ ഈ 4-ാം തീയതി, ഈ മാസം 4-ാം തീയതി ഒരു സർക്കുലർ ഇറക്കി. ബിബൽ കൺട്രോൾ സിസ്റ്റം ഉള്ള വാഹനത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ പാടില്ല. അത് പാർട്ട് 2 എന്ന് പറഞ്ഞ റോഡ് ടെസ്റ്റാണ്. അതാദ്യം നടത്തണം. നടത്തിക്കോ. പക്ഷേ ബിബൽ കൺട്രോൾ സിസ്റ്റം ഉള്ള വാഹനത്തിലല്ലാതെ ഞങ്ങളാരും ഞങ്ങളെ വാഹനങ്ങളത് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ആക്സിഡൻറ്റിൻ്റെ ഒരു പരമ്പര തന്നെ ഉണ്ടാവും. കാരണം ആദ്യം മുതൽ A to Z പഠിക്കാനാണ് ഞങ്ങളടുത്ത് വരുന്നത്. ആദ്യമായാലും പഠിച്ച് വരുന്ന വിദ്യാർത്ഥിയെ പൊതുനിരത്തി ഇറക്കുമ്പോൾ അവർക്ക് ഒരുപാട് ഭയമുണ്ടാവും, പേടിയുണ്ടാവും. ഇതൊക്കെ ഘട്ടം ഘട്ടമായിട്ട് ഞങ്ങൾ മാറ്റിയെടുക്കുകയാണ്. അത് എടുക്കണമെങ്കിൽ ബിബൽ കൺട്രോൾ സിസ്റ്റമുള്ള വാഹനം വേണം. പക്ഷേ അത്തരം വാഹനങ്ങൾ പഠിപ്പിച്ച് കൊണ്ടുവരുമ്പോൾ ആ വാഹനത്തിന് അത് മാറ്റിയിട്ട് ടെസ്റ്റ് നടത്തണമെന്ന് പറഞ്ഞാൽ എങ്ങനെ പ്രായോഗികമാവും? ഈ നമ്മളെ വിശ്വസിച്ച് സ്ഥാപനങ്ങളിൽ വരുന്ന വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ പഠിതാക്കൾ അവർ ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് നടക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു വണ്ടി എടുത്ത് കുറുക്കെ ചാടി അതൊക്കെ സ്വാഭാവികമായി ഇപ്പോൾ റോഡിൽ നടക്കാമല്ലോ. എന്തെങ്കിലും സ്റ്റിയറിംഗ് വെട്ടിക്കഴിഞ്ഞാൽ ഈ അടുത്തിരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് അത് നിയന്ത്രിക്കാനുള്ള ഒരു സംവിധാനമാണ് ക്ലച്ച് ഡിബൽ കൺട്രോൾ സിസ്റ്റം. 2 ക്ലച്ച് 2 ബ്രേക്ക്. പക്ഷേ ഇതൊക്കെ ഇളക്കി മാറ്റിയിട്ട് ടെസ്റ്റിന് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഈ വരുന്ന ആക്സിഡൻറ്റ് പരമ്പര തന്നെ ഉണ്ടാവും. ആക്സിഡൻ്റ് ഒരു പരമ്പര തന്നെ ഉണ്ടാവും. നമ്മളിപ്പോൾ സാധാരണ ഇപ്പോൾ ടിപ്പർ ലോറിയെ ഭയപ്പെടുന്നു, ട്രാൻസ്പോർട്ട് വാഹനത്തെ ഭയപ്പെടുന്നു. അതിനേക്കാളും ട്രിപ്പിൾ ഇരട്ടിയിൽ വളരെ അധികം ഈ ഡ്രൈവിംഗ് സ്കൂൾ വാഹനത്തെ കണ്ടാൽ നാട്ടുകാർ എതിർക്കും. ആ രീതിയിൽ ആക്സിഡൻറ്റ് പരമ്പരയായിട്ട് മുന്നോട്ട് പോകും. ഇതാണ് ഞങ്ങൾ എതിർക്കുന്നത്. നിയമങ്ങൾ കൊണ്ടുവരട്ടെ, ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ അതിനൊക്കെ ഗ്രൗണ്ടിൽ സജ്ജമാക്കിയ ശേഷം മതി. അടിസ്ഥാന സൗകര്യം ഉണ്ടാക്കിയ ശേഷം അതൊക്കെ നടത്തട്ടെ. പക്ഷേ ഞങ്ങളിരിക്കുന്ന ഇപ്പോഴത്തെ വാഹനത്തെ മാറ്റിയിട്ട് പുതിയ ഹൈടെക് വാഹനം കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ ഞങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല. ഞങ്ങൾ സാധാരണക്കാരാണ്. ഒരിടത്തുനിന്നും ഒരു ആനുകൂല്യവും കിട്ടാതെ സ്വയം തൊഴിൽ കണ്ടെത്തി പല പലിശക്കാരിൽ നിന്നും ഞങ്ങളെ ഭാര്യമാരെ ഉരുപ്പടി പണയം വെച്ചുമൊക്കെ ഞങ്ങളൊരു സ്ഥാപനം കെട്ടിപ്പടുക്കുന്നതാണ്. അതിൽ നിന്ന് വീണ്ടും നമുക്ക് ഭാരങ്ങൾ അടിച്ചേൽപ്പിക്കാൻ സാധിക്കില്ല. അല്ലെങ്കിൽ ഗവൺമെൻറ് തരട്ടെ, ഞങ്ങൾക്ക് ധനസഹായങ്ങൾ തരുന്നില്ല, ഒരിടത്തും തരുന്നില്ല. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ ഈ സർക്കുലറുമായിട്ട് മുന്നോട്ട് പോകാൻ ഞങ്ങളെക്കൊണ്ട് സാധിക്കില്ല. അല്ല മനഃപൂർവ്വം ബഹുമാനപ്പെട്ട മന്ത്രിയെ എതിർക്കുന്നതല്ല, അത് മനസ്സിലാക്കണം. പക്ഷേ അദ്ദേഹം കള്ളങ്ങൾ പറയുന്നു. അത് ഞങ്ങൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. കള്ളത്തനം കൊണ്ടൊരു വലിയൊരു കൂമ്പാരം തന്നെ അയാൾ ഈ മിനിസ്റ്റർ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. അത് നടക്കുന്ന കാര്യമല്ല. അതൊക്കെ സിനിമയിലാവാം. ക്യാമറയ്ക്ക് മുന്നിൽ എന്തുവാണാവാം. അത്തരം കാര്യങ്ങൾ ഈ വകുപ്പിലിരുന്ന് ഭരിക്കാമെന്ന് വിചാരിക്കേണ്ട, അനുവദിക്കില്ല ഞങ്ങൾ. 15 കൊല്ലം 20 കൊല്ലം 25 കൊല്ലം ആയ വണ്ടികൾ ട്രാൻസ്പോർട്ട് ബസ് നടത്തുന്നുണ്ട്. ഈ 10-15 കൊല്ലം കഴിഞ്ഞാൽ ഓണേഴ്സ് വണ്ടി നമ്മളിപ്പം വീണ്ടും രജിസ്ട്രേഷൻ ചെയ്യാൻ പൈസ അടയ്ക്കുന്നതാണ്. അതൊക്കെ അടച്ച് 5 വർഷത്തേക്ക് വീണ്ടും റിന്യൂ ചെയ്ത് വാങ്ങുന്നതിന് അത് നിർത്താൻ പറയുന്നു. അതെന്തിനാണ് ന്യായം? അപ്പോൾ അതാണ് ആദ്യം ചെയ്യേണ്ടത്. അത് ചെയ്തിട്ട് ബാക്കിയുള്ളതും കൂടെ നോക്കാം. നേരത്തെ ആന്റണി ഇരുന്നപ്പോൾ നല്ല ഭരണം തന്നെ ഉണ്ടായിരുന്നു, നല്ല കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. ഡ്രൈവിംഗ് സ്കൂളുകാർക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. ഇപ്പം പുതിയ മന്ത്രി വന്നപ്പോഴത്തേക്കാണ് ഇത്രയും ബുദ്ധിമുട്ടുണ്ടായത്. അതിനകത്ത് വരുന്ന ഭവിഷ്യത്ത് ജനങ്ങൾക്കറിയില്ലല്ലോ. ഈ മേഖലയിൽ
നിൽക്കുന്ന ഞങ്ങൾക്ക് അറിയാവോ ഇതിനകത്ത് എന്താണ് ഭവിഷ്യത്തെന്ന്? ജനങ്ങൾക്ക് അറിയില്ല. ജനങ്ങൾ പറയുന്നത് എന്താണ് നല്ല കാര്യമെന്ന് പറയും. പക്ഷേ ഇതിനെക്കുറിച്ച് അറിയാമെന്നുള്ള കുറേ പേരുണ്ട്. വാഹനം നല്ലപോലെ ഓടിക്കുന്ന ആൾക്കാരുണ്ടാവും. അവർക്കറിയാം ഡിവോൾ കൺട്രോൾ സിസ്റ്റം ഇല്ലാത്ത വാഹനത്തിൽ റോഡിൽ പൊതുനിരത്തിൽ ഇറക്കി എന്താ സംഭവിക്കണമെന്ന് അവർക്കറിയാം. അതുപോലെ തന്നെ 15 കൊല്ലത്തിൽ കൂടുതൽ പഴക്കമുള്ള വാഹനം നിർത്തുക എന്ന് പറഞ്ഞാൽ ഞങ്ങളെക്കൊണ്ട് സാധിക്കില്ല. പക്ഷേ അതൊക്കെ പബ്ലിക്കിന് അറിയില്ല. അവർ പറഞ്ഞാൽ അവർക്ക് പുതിയ വണ്ടി എടുത്തൂടെ എന്നൊക്കെ അവർക്ക് പറയാം. പക്ഷേ ഞങ്ങളെക്കൊണ്ട് സാധിക്കില്ല. സാധാരണക്കാരാണ് ഞങ്ങളെക്കൊണ്ട് അത് അനുവദിക്കാൻ പറ്റില്ല. പൊതുനിരത്തിൽ എല്ലാം നിർത്തട്ടെ. പൊതുനിരത്തിൽ 15 കൊല്ലത്തിൽ കൂടുതൽ പഴക്കമുള്ള വാഹനങ്ങൾ കംപ്ലീറ്റ് നിർത്താൻ പറയട്ടെ. ഞങ്ങൾ അടുത്ത പലിശയ്ക്കെങ്കിലും എടുത്ത് സംഭവം നടത്താം. അല്ലെങ്കിൽ സർക്കാർ നമുക്ക് ലോൺ തരുന്നില്ല. ഒരു സഹായവും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നില്ല. ആൻ്റണി രാജു മിനിസ്റ്ററായിരുന്ന സമയത്ത് പ്രൈവറ്റ് മേഖലയ്ക്ക് ഈ കോർപ്പറേറ്റുകൾ ഇതിനകത്ത് കടന്നാക്രമിക്കുന്നതിലേക്ക് വേണ്ടി മറ്റേ ഉദ്യോഗസ്ഥരെല്ലാം ചേർന്നു മിനിസ്റ്ററുമായിട്ട് സംസാരിച്ചു. അവർക്ക് ടെൻഡർ വിളിച്ചു. ആ ടെൻഡർ യൂണിയൻ്റെ ശക്തമായ എതിർപ്പ് കാരണം അത് പിൻവലിക്കേണ്ടി വന്നു 2 പ്രാവശ്യം. അതിൻ്റെ ഭാഗമായിട്ട് ഘട്ടം ഘട്ടമായിട്ട് സ്കൂളുകാർക്ക് ഉപദ്രവിക്കുന്ന അതൊരു കാര്യ നിയമങ്ങളെന്ന് തന്നെ പറയാം. ആ നടത്തിപ്പിന് പറ്റാത്ത രീതിയിലുള്ള നിയമങ്ങൾ ഗണേഷ് കുമാർ കൊണ്ടുവന്ന് ഞങ്ങളെ പൂർണ്ണമായി ഈ മേഖലയിൽ നിന്ന് ഒഴിവാക്കാൻ നോക്കുകയാണ്. കോർപ്പറേറ്റുകളെ കൊണ്ട് ഇതിനകത്ത് കടത്താനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇപ്പോൾ മാവേലിക്കര പുതിയ ഗ്രൗണ്ട് വരുന്നു. ഊരാളങ്കൽ സൊസൈറ്റി വഴി അവരാണ് നവീകരിക്കുന്നത്. ആ ഗ്രൗണ്ടിന് ഇപ്പോൾ അറിയാൻ പറ്റുന്നത് ഗണേഷ് കുമാർ മിനിസ്റ്ററിൻ്റെ ബന്ധുവാണ് അത് നടത്തുന്നത്. അതായത് കോർപ്പറേറ്റുകളെ കൈയടക്കുമ്പോൾ അദ്ദേഹത്തിനും ആവാലോ, അദ്ദേഹത്തിന് വേണ്ടപ്പെട്ടവർക്കും ആവാലോ. അതാണ് ഉദ്ദേശം. അതിനാണ് ഞങ്ങളെ ഈ നടത്തിപ്പിന് ഉള്ള സർവ്വതും ഞങ്ങൾക്കുള്ള ആനുകൂല്യമെല്ലാം വെട്ടിക്കുറച്ച് കൊട്ടിക്കുറച്ച് പറഞ്ഞത്. അപ്പോൾ സ്വയം ഞങ്ങൾ മതിയാക്കി പോവുക, കോർപ്പറേറ്റുകളെ ഇതിനകത്ത് കൊണ്ടുവരിക. കഴിഞ്ഞ ആൻ്റണി രാജു ഇരുന്ന സമയത്ത് ഇത് 2 ഘട്ടം ടെൻഡർ വിളിച്ചാണ് പ്രൈവറ്റ് മേഖലയിൽ കൊടുക്കുക. യൂണിയൻ്റെ എതിർപ്പ് കാരണം ആ ടെൻഡറെല്ലാം ഓപ്പൺ ചെയ്യാൻ പോലും അനുവദിച്ചില്ല. അതങ്ങ് പോയി. അപ്പോൾ അതിനെ ക്രമീകരിച്ച് ഉദ്യോഗസ്ഥർ, അതായത് ഉയർന്ന ഉദ്യോഗസ്ഥർ, ട്രാൻസ്പോർട്ട് കമ്മീഷൻ അടക്കം ഉള്ള ഉദ്യോഗസ്ഥർ തെറ്റിദ്ധരിപ്പിച്ചു. മന്ത്രിയെ ഇതിൽ ഉൾക്കൊള്ളിച്ച് വരും ഭവിഷ്യത്തുകളൊക്കെ പറഞ്ഞു. ഞങ്ങളതിനകത്ത് പൂർണ്ണമായി ഒഴിവാക്കാനുള്ളൊരു പദ്ധതിയായിട്ടാണ് പോകുന്നത്. അത് അനുവദിക്കില്ല. ഞങ്ങൾ പ്രൈവറ്റ് മേഖല, അതായത് കോർപ്പറേറ്റുകളെ ഇതിനകത്ത് കടന്നു വരാൻ ഞങ്ങൾ ഒരിക്കലും അനുവദിക്കില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ മുട്ടത്തറയിലെ ഡ്രൈവിംഗ് സ്കൂളിന് മുൻവശത്താണ്. ഇവിടെ ഇന്നും സമരം കാരണം ഡ്രൈവിംഗ് ടെസ്റ്റുകൾ മുടങ്ങിയിരിക്കുകയാണ്. ഇവിടെ ഉദ്യോഗസ്ഥർ വന്ന് ഡ്രൈവിംഗ് ടെസ്റ്റിനായി പങ്കെടുക്കുന്നവരുടെ പേര് വിവരങ്ങൾ ഇവിടെ വിളിച്ചിരുന്നു. എന്നാൽ ആരും തന്നെ പങ്കെടുക്കാൻ എത്തിയിട്ടില്ല. കാരണം ഇവിടെ അത്രയും ശക്തമായി തന്നെ സമരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മന്ത്രി KB ഗണേഷ് കുമാർ, ഗതാഗത വകുപ്പ് മന്ത്രിക്കെതിരെ വലിയ പ്രതിഷേധങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഡ്രൈവിംഗ് ടെസ്റ്റ് മുടങ്ങിയിട്ട് ദിവസങ്ങളായി തൊഴിലാളി യൂണിയനുകളും അതുപോലെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും സംയുക്തമായി സമരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണങ്ങളിൽ മാറ്റം വരുത്തണമെന്ന നിലപാടിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ് സമരക്കാർ. 15 വർഷം കഴിഞ്ഞുള്ള വണ്ടികൾ അത് ഇവിടെ ടെസ്റ്റ് കയറ്റുന്നില്ല എന്നുള്ളത് നമുക്ക് ഒട്ടും യോജിക്കാൻ പറ്റാത്ത തീരുമാനങ്ങളാണ്. ഡുവൽ കൺട്രോൾ സിസ്റ്റം വണ്ടിക്കകത്ത് വെച്ചുകൂടാ. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ഈ ഡുവൽ കൺട്രോൾ നമ്മൾ പഠിപ്പിച്ച് ഡ്രൈവിംഗ് ടെസ്റ്റിന് ഹാജരാക്കാം. പക്ഷേ നമ്മൾ പഠിപ്പിച്ച് എംഇമാർക്ക് കൊടുക്കാം. അവരുടെ ഡിപ്പാർട്ട്മെൻറ്റ് വണ്ടിയിൽ നമ്മളെ ഗണപതി കോവിൽ മുതൽ പാളയം വരെ ഡുവൽ കൺട്രോൾ ഇല്ലാത്ത സിസ്റ്റം ഇല്ലാത്ത വണ്ടിയിൽ അവർ ഓടിച്ച് ഒന്ന് ടെസ്റ്റ് നടത്തട്ടെ. അപ്പോൾ അവർ എന്തുമാത്രം ധൈര്യത്തോടെ വണ്ടിക്കകത്ത് ഇരിക്കും, എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളത് അവർക്ക് അതിൽ നിന്ന് മനസ്സിലാവാം. ഇത് ജീവൻ മരണ പോരാട്ടമാണ്. ഞങ്ങളുടെ വീട്ടിൽ തീ പോയിട്ട് കുറച്ച് നാളുകളായി. അതുകൊണ്ട് നമ്മൾ ഇതിലൊരു അന്തിമ തീരുമാനം ഉണ്ടാകുന്നവരെ ഞങ്ങൾ ഇതിനുവേണ്ടി തന്നെ പോരാടും. വോട്ട് ചെയ്ത് നമ്മൾ മന്ത്രിയാക്കി അവർ തന്നെ നമ്മളോട് ഇതിങ്ങനെ കാണിക്കുന്നത് നമുക്ക് ഭയങ്കര ഒരു ഖേദകരമായ കാര്യം തന്നെ. അത് ഒരിക്കലും നടപ്പാക്കരുത്. പാവങ്ങളെ ഇങ്ങനെ ദ്രോഹിച്ച് നിങ്ങൾ മന്ത്രി ഗണേഷ് കുമാർ സാറിന് കുറേ അഭിമാനം ഉണ്ടാക്കുന്നത് നല്ല കാര്യമല്ല. അത് മന്ത്രി ഗണേഷ് കുമാർ എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം പുറത്തിറക്കിയിരിക്കുന്ന ആ സർക്കുലറുമായി ബന്ധപ്പെട്ട ആണ് ഇപ്പോൾ സമരം നടക്കുന്നത്. 4/2024 പ്രകാരമുള്ള ആ ഒരു സർക്കുലർ പ്രകാരമുള്ള ചില തീരുമാനങ്ങൾ അല്ലെങ്കിൽ അതിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ തികച്ചും അപ്രായോഗികമാണ്. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം വേണ്ട എന്നല്ല, റോഡ് അപകടങ്ങൾ കുറയ്ക്കാനും നല്ലൊരു ഡ്രൈവിംഗ് സംസ്കാരം പഠിപ്പിച്ചു കൊടുക്കാനും തീർച്ചയായും അത്തരത്തിൽ ഒരു ഡ്രൈവിംഗ് പരിഷ്കരണം ആവശ്യമാണ്. എന്നാൽ പക്ഷേ നിരവധി ഡ്രൈവിംഗ് സ്കൂളുകൾ അവരുടെ
ഉപജീവന മാർഗമായി ഡ്രൈവിംഗ് സ്കൂൾ കൊണ്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വ്യക്തികളെ കൂടി പരിഗണിച്ചുകൊണ്ട് വേണം ഇങ്ങനെ ഒരു പരിഷ്കരണം നടത്തുമ്പോൾ അവരെ കൂടെ പരിഗണിക്കേണ്ട അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ കൂടി അംഗീകരിക്കേണ്ടത് തീർച്ചയായിട്ടും അനിവാര്യമാണ്. അതൊന്നും തന്നെ ഈ സർക്കുലറിൽ പറഞ്ഞ പ്രകാരം നടപ്പിലാക്കുമ്പോൾ അതൊന്നും തന്നെ നടപ്പിലാക്കാൻ സാധിക്കില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ കൂടിയിരിക്കുന്നവർ ഇപ്പോൾ വ്യത്യസ്തമായ സമരമുറകളിലൂടെ മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെതിരെയുള്ള പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ പറയുന്നുണ്ട് ഇവരുടെ വീട്ടിൽ അടുപ്പ് പുകഞ്ഞിട്ട് ദിവസങ്ങളായെന്ന്. അവരുടെ ഉപജീവന മാർഗമായി കൊണ്ട് നടക്കുന്നതാണ് ഡ്രൈവിംഗ് സ്കൂള്. അപ്പോൾ അവരുടെ തൊഴിലിനെ ബാധിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അവരുടെ ഉപജീവന മാർഗത്തെ ബാധിക്കുന്ന തരത്തിലുള്ള പരിഷ്കരണങ്ങൾ ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാനാവില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല മുൻപ് പറഞ്ഞതുപോലെ സർക്കുലറിൽ പറഞ്ഞതിന് പ്രകാരമാണ് ടെസ്റ്റ് നടത്തുന്നതെങ്കിൽ തീർച്ചയായിട്ടും സർക്കാർ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാർ അതിനു വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ യാതൊരു സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കാതെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇത്തരത്തിലൊരു സർക്കുലർ ഇറക്കുകയും യാതൊരു തരത്തിലുള്ള പഠനങ്ങളും നടത്താതെ ഇങ്ങനെയൊരു തീരുമാനം നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതും തികച്ചും പ്രായോഗികമല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഡ്രൈവിംഗ് സ്കൂളുകളും തൊഴിലാളി യൂണിയനുകളും ശക്തമായ പ്രതിഷേധത്തിലൂടെ സർക്കാരിനെയും അതുപോലെ മന്ത്രി ഗണേഷ് കുമാറിനെതിരെയും ഇപ്പോൾ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരവരുടെ പ്രതിഷേധം അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. സർക്കുലറിൽ പറഞ്ഞിരുന്ന ചില കാര്യങ്ങളെപ്പറ്റി മുൻപ് പറഞ്ഞിരുന്നത് പോലെ തന്നെ തികച്ചും അപ്രായോഗികമാണ് ഡബിൾ ക്ലച്ച് ഒഴിവാക്കുക. അതുപോലെ തന്നെ 15 വർഷത്തിന് മേലെയുള്ള വാഹനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് സർക്കുലറിൽ പ്രത്യേകം പറയുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു സർക്കുലർ പുറത്തിറങ്ങിയതിന് ശേഷം 3 തവണ അതിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ആ മാറ്റങ്ങൾ വരുത്തിയതിലൂടെ തന്നെ വ്യക്തമാണ് അതൊരു അപ്രായോഗികമായൊരു തീരുമാനമായിരുന്നു ആ ഒരു സർക്കുലർ പുറത്തിറക്കുക എന്ന് പറയുന്നത്. കാരണം ഇത്രയും തവണ ഈ പരിഷ്കരണങ്ങൾ പുറത്തിറക്കിയതിന് ശേഷം 3 തവണയിലധികം ഇതിൽ മാറ്റം വരുത്തുന്നതിലൂടെ തന്നെ വ്യക്തമാണ് അത് നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതാണെന്ന്. മാത്രമല്ല മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കാതെ അല്ലെങ്കിൽ വ്യക്തമായൊരു പഠനം നടത്താതെ ശാസ്ത്രീയമായൊരു പഠനം നടത്താതെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു തീരുമാനം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സർക്കുലർ പുറത്തിറക്കി അത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് എന്നത് തെറ്റായൊരു തീരുമാനം കൂടിയാണ്.